പത്തനംതിട്ട മെഴുവേലിയിൽ യുവസംരംഭകനെ CPM നേതാക്കൾ ഭീഷണിപ്പെടുത്തി പരസ്യ വിചാരണയ്ക്കിരയാക്കിയതായി പരാതി. CPM ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഫ്ലക്സ് ബോർഡ് കടയ്ക്ക് തടസ്സമായി സ്ഥാപിച്ചപ്പോൾ അതെടുത്ത് അടുത്ത പോസ്റ്റിലേക്ക് മാറ്റിക്കെട്ടിയതാണ് പ്രകോപന കാരണം. പോലീസ് സാന്നിധ്യത്തിൽ യുവാവിനെ കൊണ്ടുതന്നെ ഫ്ലക്സ് ബോർഡ് പഴയ സ്ഥലത്ത് സ്ഥാപിക്കുകയും ചെയ്തു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതോടെ താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് യുവാവ് പറയുന്നു. ചെയ്ത് അവനെ അഴിച്ചു മാറ്റിയാണ് അത്. സെപ്റ്റംബർ 19-നാണ് CPM മെഴുവേലി പൂവണ്ണമൂട് ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഫ്ലെക്സ് ബോർഡ് ജിൻസിന്റെ കടയ്ക്ക് മുന്നിലെ പോസ്റ്റിൽ പാർട്ടി പ്രവർത്തകർ സ്ഥാപിച്ചത്. കടയ്ക്ക് തടസ്സമായ ഫ്ലെക്സ് ബോർഡ് തൊട്ടടുത്ത പോസ്റ്റിലേക്ക് ജിൻസൺ മാറ്റിക്കെട്ടിയതാണ് പാർട്ടി പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്. തുടർന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘം ജിൻസന്റെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. ഞാൻ ഇവിടെ ഫ്ലെക്സ് കെട്ടിവെച്ചിരുന്നു. വേറൊരു പോസ്റ്റിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങളുടെ കടയുടെ ഫ്രണ്ടിൽ നിന്ന് മാറ്റി വേറൊരു പോസ്റ്റ് കെട്ടിവെച്ചിരുന്നു. അത് അവർ വെച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോവുകയും ഒരു 8:30-9 ആകുമ്പോഴത്തേന് ഇവിടുത്തെ പാർട്ടി കമ്മിറ്റി എല്ലാവരും കൂടെ വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്ന് അടിക്കാനൊക്കെ ശ്രമിച്ചു. കള്ള് കുടിച്ചിട്ട് ശ്രമിക്കുകയും ചെയ്തു. ഞാൻ വഴക്കുണ്ടാക്കി അവർ പോവുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു 9 മണിക്ക് ശേഷം പോലീസുകാർ വരികയും ഒരു സമാധാന ചർച്ച ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അവർ സംസാരിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോയി. അതിനുശേഷമാണ് ഈ അനീഷും വിശംബരനൂടെ വരികയും എന്നെ കൊല്ലുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഫ്ലെക്സ് ഇട്ട് വെച്ചില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലീസിനെ വിളിച്ച ശേഷം അവർ പോവുകയും ചെയ്യുകയായിരുന്നു. അഴിച്ചുമാറ്റിയ ഫ്ലെക്സ് ബോർഡ് പോലീസിന്റെ സാന്നിധ്യത്തിൽ CPM പ്രവർത്തകർ രാത്രി തന്നെ വീണ്ടും പഴയ സ്ഥലത്ത് ജിൻസിനെ കൊണ്ട് കെട്ടിച്ചു. ഒപ്പം ദൃശ്യങ്ങളും പകർത്തി. നേതാക്കൾ ഭീഷണിപ്പെടുത്തുന്നതും ദൃശ്യങ്ങളിലുണ്ട്. നമ്മൾ എപ്പോഴും സഹകരിക്കുന്ന ആൾക്കാരാണ്. അവന്റെ സ്വഭാവത്തിനായിരുന്നല്ലോ അത് കഴിഞ്ഞില്ലേ, പ്രശ്നം തീർന്നില്ല. മോന്റെ ഒരു സ്വന്തം ബോർഡ് വെക്കുന്ന പോലെ അങ്ങ് വെച്ചു. അച്ഛനിക്ക് മാറി വെച്ചോ, അച്ഛനിക്ക് മാറി വെച്ചോ, അച്ഛനിക്ക് മാറി കേട്ടോ. അച്ഛൻ ഇല്ലല്ലോ, അച്ഛനിക്ക് മാറിക്കോ. ഇല്ലെന്ന് പറഞ്ഞാൽ എന്റെ ചേട്ടൻ അതായിക്കോട്ടെ, അവൻ ചെയ്യരുതല്ലോ. അവൻ ജിൻസിനെ കൊണ്ട് കടയ്ക്ക് മുന്നിൽ ഫ്ലെക്സ് ബോർഡ് തിരികെ കെട്ടിക്കുന്ന ദൃശ്യങ്ങൾ CPM നേതാക്കൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. ഇതുമൂലം കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നും ഭീഷണികളുണ്ടെന്നും യുവാവ് പറയുന്നു. ഇവന്മാർ ഇത് വീഡിയോ ഇട്ട് മനുഷ്യനെ ഉപദ്രവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇവരുടെ നേതൃത്വത്തിൽ നിന്നാണ് എന്നെ ഫ്ലെക്സ് കെട്ടിച്ചത്. ഇവരോട് പറഞ്ഞതിന് ശേഷമാണ് പോലീസുകാർ ഉൾപ്പെടെയാണ് എന്നോട് ഫ്ലെക്സ് കെട്ടിപ്പിച്ചത്. വീഡിയോ പാർട്ടിക്കാർ തന്നെ, CPM-കാർ തന്നെ. പലരുടെ മുഖം കാണുമ്പോൾ നമ്മൾ ഏതാണ്ട് കൃത്യം ചെയ്ത പോലാണ് സംസാരിക്കുന്നത്. പക്ഷെ നമ്മളിത് ആരും ഉപദ്രവിക്കാനായിട്ടും ചെയ്തല്ല, ഒരു പാർട്ടിയിലും ഇല്ല. നമുക്ക് ഒരു പ്രയാസം തോന്നിയെടുത്ത് മാറ്റി വെച്ചത് മാത്രമേ ഉള്ളൂ. നമ്മളിന്ന് പാർട്ടിക്കാരൊന്നുമല്ല, നമ്മൾ ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിൽ കൊണ്ട് നടക്കുന്നത്. പക്ഷെ നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ സംഭവത്തിൽ ഇതുവരെ CPM നേതാക്കൾ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് 18 പത്തനംതിട്ട.